സർവശക്തനായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് മൂക്കിൽ 2 ഓട്ട തന്നു, നമുക്ക് ഫ്രണ്ടിൽ ഒരു വായ തന്നു. ഈ വായിൽ ഒരു നാക്കുണ്ട്, പല്ലുണ്ട്. എന്തിനാണ് നമുക്ക് വായ തന്നത്? നമുക്ക് തന്നിരിക്കുന്ന മൂക്കിലെ 2 ഓട്ട ഓക്സിജൻ അകത്തേക്ക് വലിക്കാനും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുവാനുമാണ്. അപ്പോൾ ഈ ഓക്സിജൻ അകത്തേക്ക് വലിക്കേണ്ട ആ ഓട്ട കൊണ്ട് നമ്മൾ വേറെ ഏതെങ്കിലും പുക അകത്തേക്ക് വലിച്ചാൽ അത് മാരകമായ രോഗങ്ങളിലേക്ക്, അടിമത്തത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീരുന്നു. നമുക്ക് തന്നിരിക്കുന്ന ഈ വായ നല്ല വാക്കുകൾ സംസാരിക്കുവാനും നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് മനുഷ്യ ശരീരത്തിൽ ആരോഗ്യം നിലനിർത്തേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമുക്കൊരു വായ തരുവാനിടയായി തരുന്നത്. അപ്പൊ തിന്നാൻ പാടുള്ളതുണ്ട്, തിന്നാൻ പാടില്ലാത്തതുണ്ട്. കുടിക്കാൻ പാടുള്ളതുണ്ട്, കുടിക്കാൻ പാടില്ലാത്തതുണ്ട്. നമുക്കറിയാം, ഇന്ന് ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരള ഹൈക്കോടതി ഒരു നിയമം പുറപ്പെടുവിച്ചായിരുന്നു. എന്താണെന്നറിയാമോ? പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കരുത്. എന്താ കാരണം? ഈ സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന് പറയുന്ന വിഷകരമായ ആ വായു വലിക്കുന്നവർക്ക് മാത്രമല്ല, അതിന്റെ പുക ശ്വസിക്കുന്നവർക്കും മാരക രോഗങ്ങൾ കൊണ്ടുവരുവാനിടയായി തീരുന്നു. അതുകൊണ്ട് ഹൈക്കോടതി ഒരു നിയമം കൊണ്ടുവന്നായിരുന്നു. പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കുന്നത് ശിക്ഷാർഹമാണ്, പൊതുസ്ഥലത്ത് പുക വലിക്കുന്നത് ശിക്ഷാർഹമാണ്. അപ്പോൾ ആ ശിക്ഷാ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇന്ന് നേരം വിളിക്കുമ്പോഴല്ല ചായക്കട മുമ്പിൽ ചെന്നിട്ട് ഇന്നത്തെ കാലഘട്ടങ്ങളൊക്കെ മാറി. പണ്ടൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, ഈ ഫാക്ടറിയിൽ നിന്നും പുക പോകുന്നത് പോലെ മൂക്കിക്കൂടെയും വായ്ക്കൂടെയും ഒക്കെ ഈ പുക തള്ളിവിടുന്ന ഒരു ശീലം മനുഷ്യനുണ്ടായിരുന്നു. നമുക്ക് തന്നിരിക്കുന്ന ഈ മൂക്കിലെ 2 ഓട്ട ഞാൻ പറഞ്ഞല്ലോ, ഓക്സിജൻ അകത്തേക്ക് വലിക്കാനും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വലിക്കുവാനുമാണ്. ചിലർ ഈ കടയിൽ ചെന്ന് 25 രൂപയും 50 രൂപയും 10 രൂപ കൊടുത്ത് ചെറിയ പൊടി മേടിക്കും. എന്നിട്ട് ഒരു മൂക്കി ഇങ്ങനെ അടച്ചു പിടിച്ച് ഒരു മൂക്കി കൂടെ ഒറ്റ വലിയ. അപ്പൊ അവര് വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഇത് വലിച്ചു കഴിയുമ്പോൾ എന്തോ ഒരു സുഖം കിട്ടും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഇത് മസ്തിഷ്കത്തിലേക്ക് എത്തും, ഇത് തലച്ചോറിലേക്ക് എത്തും, തലച്ചോറിനെ രോഗിയാക്കി തീർക്കും. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ചിന്താശേഷി നഷ്ടപ്പെടും, അദ്ദേഹത്തിന്റെ ബുദ്ധിമണ്ഡലത്തിന് വൈകല്യം സംഭവിക്കും, മാരക രോഗമായിട്ട് അത് തീരും, ക്യാൻസറയും ട്യൂമറുമായിട്ട് പിന്നീട് അത് മാറുവാനിടയായി തീരും. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായിരിക്കുന്ന ഉപയോഗം, അതിൻ്റെതായിരിക്കുന്ന ഫങ്ഷൻസുകളുണ്ട്. നമുക്കറിയാം, 1 HP ഒരു മോട്ടറിൽ അടിക്കുന്ന വെള്ളം, അതിനെ ഉപയോഗിക്കുന്ന ഒരു പൈപ്പ് ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ്. പക്ഷേ 10 HP ഒരു മോട്ടറിൽ 1 HP ആ പൈപ്പിലൂടെ വെള്ളം കടത്തിവിടാൻ പറ്റത്തില്ല. അത് കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും? ആ പൈപ്പ് ഒന്നല്ലെങ്കിൽ പൊട്ടിപ്പോകും, അത് ഡാമേജ് ആകും. വെള്ളം 10 HP മോട്ടറിലടിക്കുന്ന വെള്ളം 1 LPG മോട്ടറിലടിക്കുന്ന പൈപ്പിൽ കൂടെ കടത്തിവിടാൻ പറ്റത്തില്ല. അതിൻ്റെതായ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തിന് അതിൻ്റെതായിരിക്കുന്ന കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അമ്മയുടെ ഉദരത്തിൽ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അത്ഭുതകരമായി, അതിശയകരമായി മെടയുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ശരീരം വിലയേറിയതാണ്, അതിനെ നമ്മൾ നശിപ്പിക്കരുത്. ദൈവവചനം പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്, അതിനെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. അപ്പൊ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയം, അതിനെ നശിപ്പിക്കരുത്. ബീഡി വലിച്ചും മദ്യപിച്ചും ലഹരികൾ ഉപയോഗിച്ചും ഒക്കെ അതിനെ നശിപ്പിക്കുമ്പോഴാണ് മാരകകരമായ രോഗത്തിലേക്ക് മനുഷ്യൻ കടന്നു വരുന്നത്.